കന്നാലി എത്ര നേരമായി നിന്നെ തിരക്കണമെന്ന് അറിയോ? തോല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി നീ ഇവിടെ വന്ന് പാട്ട് കേട്ട് നിൽക്കേ. നടക്കണ ശവി അങ്ങട്. സാമ്പാർ, ഇറച്ചിക്കറി, അപ്പനും മോനും രണ്ടു തരത്തിലുള്ള കറികൾ വെച്ച് വിളമ്പായി എനിക്ക് ബുദ്ധിമുട്ടാ. ഇങ്ങനെയാണെങ്കിൽ വീട്ടു ജോലിക്ക് വേറെ ആളെ നോക്കോ. എന്തൂട്ട് ചെയ്യാനാ എന്റെ ചേർത്തിയാലേ? ഇവൻ നമ്പൂരിശനല്ലേ ഇറച്ചി മീനും കൂട്ടാണ്ടിരിക്കാൻ. ഷാഫി, ഓരോ കുട്ടികൾ നല്ല മൂരിയുടെ നാക്കും കള്ളും തേടി നടക്കാണ്. കശാപ്പുകാരന്റെ മോനായിട്ട് ഈ കന്നാലിക്ക് അതൊന്നും വേണ്ട. എന്തൂട്ടാ ചെയ്യാ? കുട്ടികളായ എല്ലാം തിന്നു പഠിക്കണം. കൂട്ടിയാ കൂടില്ല. ആണും പെണ്ണുമായിട്ട് ആയുള്ള ഒരുത്തനാ. ചെണ്ടക്കോല വീടിനടുത്ത് വായിട്ട് നോക്കി നിൽക്കും. അല്ലാണ്ട് ഈ കന്നാലിനെ കൊണ്ട് എന്തുട്ടാ ഉപകാരം? അപ്പഴേ നാളെ വെളുപ്പിനെ എഴുന്നേറ്റ് എന്റെ കൂടെ ഇറച്ചിക്കടയിലേക്ക് വന്നോളണം. ഇല്ലെങ്കിൽ തണുത്ത വെള്ളം തലയിലേക്ക് ഊറ്റി ഞാൻ പറഞ്ഞില്ലേന്ന് വേണ്ട. നോക്കിയിരിക്കാണ്ട് വാരി വലിച്ച് അങ്ങോട്ട് തിന്നടാ. തിന്നടാ മൂരി. മുറുക്കി പിടിച്ചോളണം കേട്ടോ. കിടന്ന് തുള്ളും. അച്ഛൻ ഇവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം കേട്ടോ. എന്റെ കാലം കഴിഞ്ഞാ ഈ തൊഴിൽ കൊണ്ടു നടക്കേണ്ട ചെക്കനാ. അവനിങ്ങനെ ഒരു കാര്യത്തിലും താല്പര്യമില്ല അച്ഛാ. കർത്താവിന്റെ കൃപ കൊണ്ടാ ഇന്നലെ ആ മാടിന്റെ തൊഴിൽ കൊണ്ട് ഞാൻ ചാവാണ്ടിരുന്നേ. നാവിക്ക തൊഴിച്ചേ, മൂത്രം പോയിട്ടില്ല. അല്ല, ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാനുള്ള പ്രായമൊക്കെ നിനക്കായില്ലേ? തൊഴിലിൽ അപ്പച്ചനെ സഹായിക്കേണ്ടത് ഒരു മകന്റെ കടമയാണ്. പിന്നെ നീ എന്തിനാ കുഞ്ഞെ ഇങ്ങനെ അനുസരണക്കേടൊക്കെ കാണിക്കുന്നത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? കൊല്ലുന്നതും വെട്ടി മുറിക്കുന്നതും കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് വയ്യച്ചോ. അപ്പച്ചനോട് ഇങ്ങനെയുള്ള പണി ചെയ്യണ്ടെന്ന് അച്ഛൻ ഒന്ന് പറയണം. ഓഹോ, നിന്നെ ഉപദേശിക്കാൻ വന്നപ്പോ നീ അപ്പച്ചനെ ഉപദേശിക്കാൻ പറയുന്നു. എടാ റാഫേലെ, കൊന്നാ പാപം തിന്നാ തീരുവെന്നാ പറയുന്നത്. പ്രകൃതിയിൽ തന്നെ ഒരു ആഹാര ശൃംഖലയുണ്ട്. ധാന്യങ്ങളായിട്ട്, പഴവർഗ്ഗങ്ങളായിട്ട്, പച്ചക്കറികളായിട്ട്. അതിൽപ്പെട്ട തന്നെയാണ് ഈ മത്സ്യവും മാംസവും. മാത്രവുമല്ല, സുവിശേഷം വായിക്കുമ്പോൾ നീ ശ്രദ്ധിക്കാറില്ലേ? കൊഴുത്ത കാളക്കുട്ടിയർത്ത് നിനക്ക് ഞാൻ അത്താഴമൊരുക്കാം. എടാ, നമുക്ക് ഭക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് ചില ജീവികളെ ദൈവം തമ്പുരാൻ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മനസ്സിലായോ? കൊല്ലുന്നത് പാവമാണെന്ന് 10 കൽപ്പനകളിൽ പറഞ്ഞിട്ടില്ലേ അച്ചോ? പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പശുക്കളെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടില്ല. ആ മിണ്ടാപ്രാണികളെ എന്തിനാ കൊല്ലുന്നത്? ഉണ്ണി ഈശോ ജനിച്ചത് അവരുടെ തൊഴുത്തിലല്ലേ? അതൊക്കെ തിന്നാൻ കൊടുത്ത വൈക്കോലിലല്ലേ ഉണ്ണി കിടന്നിരുന്നത്? എന്നിട്ട് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുമ്പോ അതുങ്ങളെ തന്നെ കൊന്നു തിന്നുന്നു. കഷ്ടമുണ്ടച്ചോ. എന്നും പറഞ്ഞ് ഇറച്ചിമീനുമില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറയാൻ പറ്റുമോ? അടുത്ത ക്രിസ്മസിന് എല്ലാവരും പുളിശ്ശേരിയും സാമ്പാറും വെച്ചുണ്ടാ മതി എന്ന് ഞാൻ പറഞ്ഞാൽ ഈ ഇടവക്കാര് സകല ബഹുമാനവും മറന്ന് എന്റെ മേത്ത് കൈവെക്കും. ആദ്യം അടിക്കുന്നത് നിന്റെ അപ്പൻ വിശുദ്ധ കാർലോസ് ആയിരിക്കും. അല്ല, എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക. അപ്പന്റെ തൊഴിൽ താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ഒരു കാര്യം ചെയ്യാം. വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ പ്രസ്സിൽ കൊണ്ട് ഇതിനെ ആക്കി തരട്ടെ. വേണ്ടച്ചോ. പിന്നെ എനിക്ക് സംഗീതം പഠിച്ചാ മതി. സംഗീതം പഠിക്കണമെന്നാ? കൊല്ലും ഞാൻ ശവിയെ. കശാപ്പുകാരന്റെ മോനെ കന്നാലിന്റെ തോല് കഴിയാൻ മതി കേട്ടോ. അച്ഛൻ അവന്റെ വാക്ക് കേട്ട് വക്കാലത്ത് പറയാൻ വന്നേക്കാണ്. എന്റെ കർത്താവേ, നിങ്ങൾ അപ്പനും മോനും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? ഒരു കാര്യം ചെയ്യും, രണ്ടുപേർക്കും കുഴപ്പമില്ലാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. റാഫേലെ, നിനക്ക് പാടാനുള്ള വാസന ഉണ്ടെങ്കിൽ ഞായറാഴ്ച പള്ളിയിലെ കൊയറി ചേർന്നൊരു പാട്ട് അങ്ങോട്ട് പാടിക്കൂ. ബാക്കി സമയം നീ അപ്പച്ചനെ സഹായിച്ചിരിക്കണം കേട്ടോ. എന്താ കാർലോസേ? ഒന്ന് സമ്മതിക്കണ്ടേ കാർലോസേ? പള്ളിപ്പാട്ട് പാടിക്കോട്ടെ, ദൈവകാര്യല്ലേ. നിങ്ങൾ നോക്കിയേ, പറഞ്ഞു മനസ്സിലാവണുണ്ടോ നിനക്ക്? ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് എഴുതിയൊരു കവിതയാണ്. അതിൻ്റെതായ അർത്ഥത്തിലും ഭാവത്തിലും നീ പാടണം. പാട്ട് പാടി നീ കുർബാന കുളവാക്കരുത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഈ ഇണത്തിൽ പറയാൻ നന്നായിരിക്കും. വാതിൽ തുറക്കൂ നീ
കാലമേ. ഇങ്ങനെ വേണം തുടങ്ങാൻ. പിന്നെ നിന്റെ ഉചിതം പോലെ റിഹേഴ്സൽ എടുത്ത് എങ്ങനെ വേണേലും പാടിക്കൂ. എന്നാ വാതിൽ തുറക്കൂ നീ കാലമേ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്താ സ്വപ്നം കാണാണോ? ഓരോന്ന് ആലോചിച്ചങ്ങനെ. എന്നാ നമുക്ക് രണ്ടോർ കൂടി ഇരുന്ന് കുറച്ചേരം ആലോചിക്കാം. എക്സ്ക്യൂസ് മീ പേഷ്യന്റ്, ആ വാക്മാൻ തിരികെ കൊടുക്കണം. ഇത് 106 തൊണ്ടയ്ക്ക് ട്യൂമറായി വന്ന പേഷ്യന്റേതായിരുന്നു. അയാൾ പതേ മരിച്ചു. ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതിന് മുമ്പ് സാധനങ്ങൾ ബന്ധുക്കളെ ഏൽപ്പിക്കേണ്ട ചുമതല എനിക്കാ. നിന്നെ തൊണ്ടയ്ക്ക് അസുഖം വന്ന് കിടക്കുന്ന ഒരു രോഗിയോടാണോ അതേ രോഗം വന്ന് മരിച്ച ഒരാളുടെ കാര്യം വന്ന് പറയുന്നത്? തൊണ്ടയ്ക്ക് അസുഖം ഒന്ന് മരിച്ച പിന്നെ മണ്ടയ്ക്ക് അസുഖം ഒന്ന് മരിച്ചെന്ന് പറയണോ? ഈ സാധനം തനിക്ക് തിരിച്ചു കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വേറെ കാരണം പറഞ്ഞാൽ പോരെ. ഭാവനാ സൃഷ്ടികൾ ഉണ്ടാക്കാൻ ഞാനൊരു നോവലിസ്റ്റ് അല്ല. ഒരു അറ്റൻഡർ ചിലപ്പോൾ നോവലിസ്റ്റും കവിയൊക്കെ ആകേണ്ടി വരും. വേണ്ട, കാഥികനും കൂടെ ആവാം. മിസ്റ്റർ, ദിവസം 4-5 എണ്ണം മരിക്കുന്ന ആശുപത്രിയാണത്. ഇപ്പൊ തന്നെ 208 ഒരു തള്ള പാൻക്രാസ് വീങ്ങി ചാവാൻ കിടക്കാണ്. അവർ ചാവുമ്പോ ഞാൻ റൂമിൽ വന്ന് പ്രസവിച്ചു എന്ന് പറയാം. എന്താ പോരെ? എന്താ കുന്തമുങ്ങിയോട് നോക്കുന്നത്? സത്യമായിട്ട് പറയുന്ന ഒരു അറ്റൻഡറാണ് ഞാൻ. അപ്പൊ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാലേ താൻ കല്യാണം കഴിക്കാൻ പോവല്ലേ? ആണെങ്കിൽ ആദ്യ രാത്രി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരോടും വിളിച്ചു കൂവും. അയ്യേ, അത് മോശമല്ലേ? എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനുള്ളതല്ല ഗോപാൽജി. അങ്ങനെയും ചില സത്യങ്ങളുണ്ടോ? അതെന്ത് സത്യം? ജോൺസന് ബയോപ്സി ഉണ്ട്. ബി ബ്ലോക്കിലേക്ക് പോന്നോളൂ. എന്താ ഇത്? നോക്കിയും കണ്ട് നടന്നൂടെ? മുത്തച്ഛന് ഇപ്പൊ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സാറിന് വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല മോളെ, ഒന്നും പറ്റിയില്ല. ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാ. പെട്ടെന്ന് ഷുഗർ അല്പം കൂടിയോ എന്നൊരു സംശയം. എന്താ സദാശിവൻ നടന്നു വലിക്കണേ? വല്ലോടത്ത് കിടന്നു വലിച്ചാ പോരെ? ആ, ഗൾഫിലുള്ള അനിയന്റെ കത്ത് വല്ലതും വന്നോ? ഈ സമയത്താണോ വിശേഷങ്ങൾ അറിയണ്ടേ? റാഫേൽ എന്താ ഇവിടെ? അത് ഞാനിവിടെ